എല്ലാവർക്കും നമസ്കാരം. സന്ധ്യാവന്ദനം. സന്ധ്യ നേരാണ് കേട്ടോ. വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി സമയം കിട്ടിയത്. നല്ല ഗംഭീര ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു. ഇടി പോയി, മഴയുണ്ട്. അതിൻ്റെ ഡിസ്റ്റർബൻസ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും സമയം കിട്ടിയപ്പോൾ ഞാൻ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാടിൻ്റെ ഹാസ്യം ഗോപിനാഥം എന്ന കഥയാണ്, പുസ്തകമാണ് വായിക്കുന്നത്. അതിലിപ്പോ 3-4 കഥകൾ ഒന്നിച്ച് ഞാൻ വായിച്ചു. ഇനി 5ാമത്തെ കഥയായ മിസ്സിസ് മത്തായി. ഈ കഥകൾ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ പെട്ടെന്നാണ് ചിലപ്പോൾ അത് തീരുക. നമ്മൾ വിചാരിക്കും കുറച്ചുകൂടി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയാണ് ഒരു എൻഡിങ് വരുന്നത് അതിൻ്റെ. അപ്പോൾ വായിക്കുകയാണേ, കേട്ടോളൂ. കഥയുടെ പേര് മിസ്സിസ് മത്തായി. മത്തായി ചേട്ടന് പനി. അന്നമ്മ ചേട്ടത്തിയിൽ നിന്ന് പ്രസ്തുത വിവരം അറിഞ്ഞ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അബുദാബി, ലണ്ടൻ, കാലിഫോർണിയ എന്നീ വിദേശങ്ങളിൽ നിന്ന് വീഡിയോ കോളിൽ ഏകസ്വരത്തിൽ പറഞ്ഞു, അപ്പച്ചനെ ഉടനെ ആശുപത്രി കൊണ്ടുപോകൂ. കേരളത്തിൽ കോവിഡ് വീണ്ടും വരുന്നു എന്ന് മന്ത്രി ഇപ്പോൾ TV-യിൽ പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നുമില്ലടാ, ഒരു ചെറിയ പനി. അപ്പച്ചൻ സ്ക്രീനിലേക്ക് തല നീട്ടി പറഞ്ഞു. മക്കളുടെ നിർബന്ധമല്ലേ, ഒന്ന് ഡോക്ടറെ കണ്ടുകളയാം എന്ന് അവസാനം തീരുമാനിച്ചു. മത്തായി ചേട്ടന്റെ ബെൻസ് കാർ ആശുപത്രി വളപ്പിലേക്ക് കയറി. കഴുത്തറപ്പൻ ആശുപത്രി എന്ന ഇരട്ടപ്പേരുള്ള ആതുരാലയം നടത്തുന്നത് പൂർവാശ്രമത്തിൽ ഇറച്ചിക്കച്ചവടക്കാരനായിരുന്ന ഒരാളുടെ ഗൾഫന്മാരായ മക്കളാണ്. കാറിൽ നിന്നിറങ്ങിയ മത്തായി ചേട്ടനെ 3-4 ഹിഡുംബന്മാർ ഒരു വീൽ ചെയറിനുള്ളിലേക്ക് സ്ഥാപിച്ച് ഉന്തി. എനിക്ക് നടക്കാമടോ എന്ന സ്വാഗതവാക്യത്തോടെ മത്തായി ചേട്ടൻ കസേരയിൽ നിന്ന് ചാടി സ്വതന്ത്രനായി ഡോക്ടറുടെ പരിശോധനാ മുറിയിലേക്ക്. അന്നമ്മ ചേർത്തിയെ ഒരു മാലാഖ വന്ന് അടുത്ത മുറിയിലെ കസേരയിൽ ഇരുത്തി. എന്നിട്ട് രജിസ്റ്ററിൽ ചേർക്കാൻ പേര് ചോദിച്ചു. മിസ്സിസ് മത്തായി എന്ന് എഴുതിയാൽ മതി. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആൺമാലാഖൻ വന്ന് അന്നമ്മ ചേർത്തിയോട് ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹത്തിന് കോവിഡ് ഉണ്ട്, ICUലാക്കി. കുറഞ്ഞത് 5 ദിവസമെങ്കിലും ഇവിടെ കിടക്കണം. 25 ലക്ഷം രൂപയോളം ചെലവ് വരും. അഡ്വാൻസ് ആയിട്ട് 25,000 രൂപ ഇപ്പോൾ അടയ്ക്കണം. അന്നമ്മ ചേർത്തി പിന്നെ താമസിച്ചില്ല. എനിക്ക് എന്റെ കെട്ടിയോനെ ഒന്ന് കാണണമല്ലോ. അഡ്മിറ്റായി. ഇനി വൈകുന്നേരം 5-നും 6-നും ഇടയ്ക്ക് ജനലിലെ കർട്ടൻ പൊക്കിയെ രോഗിയെ കാണാൻ പറ്റൂ. എന്ന് പറഞ്ഞ എങ്ങനാ? ചെക്ക് ഒപ്പിടിപ്പിച്ച് കാശെടുക്കണമെങ്കിൽ അതിയാനെ കണ്ടേ പറ്റൂ. അവസാനം ഡോക്ടറുടെ അനുവാദത്തോടെ അന്നമ്മ ചേർത്തി മുറിയിൽ കയറി. ശരീരത്തിന്റെ പല ഭാഗത്തും പല വയറുകൾ ഘടിപ്പിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു മത്തായി ചേട്ടൻ. ആ വയറുകളും കുഴലുകളും വലിച്ചു പറിച്ചു കളഞ്ഞ ശേഷം തടയാൻ വന്ന ഒരു കാവൽ മാലാഖയെ തള്ളി നിലത്തിട്ടുകൊണ്ട് ഭർത്താവുമായി ചേട്ടത്തി കാറിനടുത്തേക്ക് പാഞ്ഞു. വഴിയിൽ മെഡിക്കൽ ഷോപ്പിനടുത്ത് കാർ നിർത്തി പാരസെറ്റമോൾ ടാബ്ലറ്റ് വാങ്ങി അതിലൊരെണ്ണം മത്തായി ചേട്ടൻ കാറിൽ ഇരുന്ന് വിഴുങ്ങി വെള്ളം കുടിച്ചു. എടിയേ, എന്റെ കട്ടിലിനടുത്ത് വന്ന ഡോക്ടറെ പോലെ തോന്നിക്കുന്ന ഒരാൾ അയാളുടെ ഫോൺ എന്റെ ശരീരത്തിനടുത്ത് പിടിച്ചുകൊണ്ട് എങ്ങാണ്ടോട്ടോ സംസാരിച്ചു. ഹാർട്ട് ഓക്കെ, ലിവർ ഓക്കെ, കിഡ്നി ഓക്കെ എന്നൊക്കെയുള്ള ഒരു വർത്തമാനം. ആ, അതെന്താണെന്നോ, നിങ്ങളെ ആശുപത്രിയിൽ ഇട്ടിട്ട് ഹാർട്ടും ലിവറും ഒക്കെ ഊരിയെടുത്ത് അവർ വിൽക്കും. കർത്താവ് കാത്തു. അന്നമ്മ കുരിശു വരച്ചു. മസ്തിഷ്ക മരണത്തിൽ നിന്നാ ഞാൻ രക്ഷപ്പെട്ടു പോന്നത്. ആകാംക്ഷാഭരിതരായ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അബുദാബി, ലണ്ടൻ, കാലിഫോർണിയ എന്നീ വിദേശങ്ങളിൽ നിന്ന് വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ അച്ചായൻ ചാരു കസേരയിൽ കിടന്ന് കുലുങ്ങി ചിരിച്ചു. നിങ്ങളുടെ അമ്മ ചില്ലറക്കാരിയല്ല കേട്ടോ, പുലിയാണ്. വെറും പുലിയല്ല, പുപ്പുലി. അങ്ങനെ ആ കഥ, മിസ്സിസ് മത്തായിയുടെ കഥ അവസാനിച്ചു. അടുത്ത കഥയും കൂടി ഞാൻ വായിക്കുകയാണ്. കൊച്ചു കൊച്ചു കഥകളല്ലേ. അടുത്ത കഥ നാമകരണം. ഇനി അതിലെന്താ സംഭവം നോക്കാട്ടോ. ഒരിടത്ത് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. 99-ാം വയസ്സിൽ ആൾ സിദ്ധി കൂടി. 1 കൊല്ലം കൂടി കഴിഞ്ഞാൽ 100 വയസ്സാകുമായിരുന്നു. അത്രയും കാത്തിരിക്കുന്നതിനുള്ള ക്ഷമ മൂപ്പിലാനില്ലാതെ പോയി. മരണവിവരം അറിഞ്ഞ ഉടൻ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ബന്ധുജനങ്ങൾ പാഞ്ഞെത്തി. വരാന്തയിൽ പിതാമഹനെ ശയിപ്പിച്ചിരിക്കുന്ന മോർച്ചറി ഐസ് പെട്ടിയുടെ
മുൻപിൽ അല്പസമയം തല കുനിച്ചു നിന്ന ശേഷം പുരുഷ ബന്ധുക്കളും സ്വന്തം നെഞ്ചിൽ ഓരോ ഇൻസ്റ്റന്റ് താങ്ങി ഏതാനും നിമിഷം വലിയ വായിൽ കരഞ്ഞ ശേഷം സ്ത്രീ ബന്ധുക്കളും അകത്തെ മുറികളിലേക്ക് പോയി. മരണാനന്തര പ്രോട്ടോകോൾ അനുസരിച്ച് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഫ്ലക്സ് അടിച്ച് കവലകളിൽ തൂക്കാനുള്ള ദൗത്യവുമായി എത്തി. അതോടൊപ്പം പത്രത്തിലെ ചരമക്കോളത്തിൽ വാർത്ത കൊടുക്കാനുള്ള ജോലിയും അവരിൽ ഒരാൾ ഏറ്റെടുത്തു. രണ്ടു കാര്യത്തിനും ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യപ്പെട്ട് അവർ കാത്തുനിന്നു. ആധാർ കാർഡിലെ ഫോട്ടോ ഉപയോഗിക്കൂ എന്ന നിർദ്ദേശവുമായി ഒരു പേരക്കിടാവ് ആധാർ കാർഡ് കൊണ്ടുവന്ന് കാണിച്ചു. അയ്യോ, ഈ പടം വേണ്ട മോളെ, തീവണ്ടി തലയിലൂടെ കയറി ഇറങ്ങിയതാണെന്ന് കാണുന്നവർക്ക് തോന്നും. ആ ഫോട്ടോ നിരസിക്കപ്പെട്ടപ്പോൾ ക്ടാവ് പഴയ ഒരു റേഷൻ കാർഡ് തപ്പിയെടുത്ത് കൊണ്ടുവന്നു. ഇത് വലിയ കുഴപ്പമുള്ളതല്ല, ഇതെടുക്കാം മോളെ. ഫ്ലെക്സിനും പത്രത്തിനുമുള്ള മാറ്റർ ആരെങ്കിലും എഴുതിത്താ. പെട്ടെന്ന് ഉൾമുറിയിൽ നിന്ന് ഒരു അനന്തരവൻസ് പുറത്തെത്തി PR ടീമിനോട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നപേക്ഷിച്ച് ഉൾവലിഞ്ഞു. ഉദ്യോഗ മനസ്സുമായി ടീം കാത്തുനിന്നു. ആ സമയത്ത് മുറിക്കുള്ളിൽ അപ്പൂപ്പന്റെ പേരക്കിടാങ്ങളും അവരുടെ ഭാര്യമാരും സന്തതികളും ചേർന്ന് ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഗൗരവമായ ചർച്ചയിലായിരുന്നു. പരേത പിതാമഹന്റെ പേര് ഉണ്ണാക്കൻ എന്നായിരുന്നു. അത്രയ്ക്ക് മോശമായ പേര് എങ്ങനെയാണ് പത്രത്തിൽ കൊടുക്കുക? പരിഷ്കാരികൾക്ക് അക്കാര്യം ചിന്തനീയമായിരുന്നില്ല. പിതാമഹൻ ഒരു ബേബി ആയിരുന്ന കാലത്ത് ജന്മി ഇട്ടുകൊടുത്ത പേരായിരുന്നു അത്. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് പാവപ്പെട്ട ജനസമൂഹം ജന്മിമാരുടെ വക പുരയിടങ്ങളിൽ കുടികിടപ്പുകാരായിരുന്നല്ലോ. അക്കാലത്ത് കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട് പിതാമഹന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞത്രേ, ഞങ്ങളുടെ കൊച്ചിന് ഒരു പേരിട്ടതാ. അങ്ങനെ ജന്മി അവർകൾ കൽപ്പിച്ചു നൽകിയ പേരാണ് ഉണ്ണാക്കൻ. അന്ന് സാധുജനങ്ങൾക്കൊന്നും നല്ല പേര് പാടില്ലായിരുന്നത്രേ. ചിന്തൻ ബൈഠക് സമാപിച്ചപ്പോൾ സംഘം ഒരു തീരുമാനത്തിലെത്തി. ഉണ്ണാക്കൻ എന്ന പേരിന് പകരം വേറൊരു പേര് കണ്ടെത്തണം. എല്ലാവരും അവരവരുടെ മനസ്സിൽ വരുന്ന ഓരോ പേര് കടലാസ് കഷ്ണത്തിൽ എഴുതി ചുരുട്ടി ഒരു പാത്രത്തിലിട്ട് സംഘത്തിലെ പിള്ള മനസ്സിൽ കള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു ബേബിയെ കൊണ്ട് നറുക്കെടുപ്പിക്കുക. എല്ലാവരും അത് അംഗീകരിച്ചു. പിന്നെ നറുക്കെടുപ്പ് നടന്നു. അതോടെ ഫ്ലെക്സ് അടിക്കുന്നതിനുള്ള പേര് തീരുമാനമായി. അഭിലാഷ് 99 വയസ്സ് അന്തരിച്ചു. അയ്യോ, എനിക്ക് വയ്യ. അങ്ങനെ വയസ്സായ ഒരാൾക്ക് ഒരു പേരിട്ടു എല്ലാവരും കൂടെ ചേർന്ന്. മോഡേൺ പേരാണ് അഭിലാഷ്. ഇതോടെ ആ കഥയും അവസാനിച്ചു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത തവണ ഞാൻ വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.